ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9 മണിയായിട്ടുള്ളൂ അല്ലേ? ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഓഫീസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയ സമയത്ത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ ചെറിയൊരു പണിയായിരുന്നു. ഫുൾ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷമാണ് പ്രോബ്ലം വന്നത്. ഈ സ്ക്രോൺലി എന്ന് പറഞ്ഞ ആപ്പിലാണ് ഞാൻ ചെയ്യുക. സ്ക്രോൺലിയിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അത് അത്യാവശ്യം HD ക്വാളിറ്റിയിൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അതിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ 2 hours ഒക്കെ വീഡിയോ ആയിരുന്നു. അത് അപ്ലോഡ് ചെയ്യാൻ നോക്കിയ സമയത്ത് ലാസ്റ്റ് സേവ് ചെയ്യുമ്പോൾ സ്റ്റക്കായി. പിന്നെ ടെമ്പററി ഫയലിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. അവിടെയും പോയിട്ടും ഇതേപോലെ തന്നെയാണ്, ഓപ്പൺ ആവുന്നില്ല. എന്തോ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നോർമലി എൻ്റെ ഉള്ളത് ഏസ് മൂവി ഉണ്ട്. ഞാൻ അതിൽ തന്നെ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ ക്ലാരിറ്റി കുറച്ചൊന്ന് കുറവായിരിക്കും, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, അതിലിപ്പോൾ ഉള്ളത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാമല്ലേ. ഇനിയിപ്പോൾ എഗെയിൻ പ്രോബ്ലം 2 മണിക്കൂറൊക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം പ്രോബ്ലം വന്ന സീനാണ്. ഏസ് മൂവിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ലൈവ് ട്രേഡ് നോക്കാം. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയാണ് നിഫ്റ്റിൻ്റെ 24,537. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡൗൺ സൈഡ് ട്രേഡിന് പരിഗണിക്കാം എന്ന്. കാരണം ഒരു ഡെയിലി ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താണ്. ഇനിയിപ്പോൾ 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് മാർക്കറ്റിൽ. അത്തരം ഇന്ന് 50 മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട് തൊട്ടടുത്ത് തന്നെ. മീൻസ് ഇന്ന് പ്രീവിയസ് ഡേൻ്റെ ജസ്റ്റ് എഗെയിൻ ആ ഒരു ഏരിയയിൽ തന്നെ 50 മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കാം. അപ്പോൾ ബാങ്കിലാണെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ബാങ്കിൽ കാണുന്നത്. നിഫ്റ്റിയിലാണെങ്കിൽ ബെയറിഷ് ആണ്. ഇതിൽ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഏസ് മൂവിൻ്റെ പരിപാടികളുള്ളത്. അപ്പം അതിൽ നോക്കാം. ഏതായാലും ഞാൻ ചാൻസ് വരികയാണ്, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:13 ആയിട്ടുണ്ട് കേട്ടോ. 9:13 നമ്മുടെ ലിക്വിഡിറ്റി ഏരിയാസ് ഇതൊക്കെയാണ്. നിഫ്റ്റിയിൽ 24,537 അപ്സൈഡ് ലിക്വിഡിറ്റിയാണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കാം. അതുപോലെ 24,382 അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം. അതാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി. ബാങ്കാണെങ്കിൽ കുറച്ചും കൂടി ബുള്ളിഷാണ് മാർക്കറ്റ്. അപ്പോൾ ബാങ്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിം IDX എടുത്തിട്ട് ഒന്ന് താഴെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ ഒന്ന് താഴെ വന്നിട്ട് ഇപ്പോഴത്തെ ഒരു പ്രൈസ് ആക്ഷനാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ മുന്നത്തെ പോലെ IDX എടുത്തു കഴിഞ്ഞാൽ നേരെ താഴേക്കല്ല, എഗെയിൻ ലോ എടുത്തിട്ട് വീണ്ടും ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന രീതിയാണ്. മുൻപ് ഉണ്ടായിരുന്ന രീതിയിലായിരിക്കില്ല പലപ്പോഴും വർക്കാവുക. ഇനി ബാങ്കിൽ നോക്കണം 52,563 താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. ഡെയിലി ടൈം ഫ്രെയിം എടുത്തുകൊണ്ട് വേണമെങ്കിൽ ബാങ്കിൽ ബെയറിഷ് ട്രേഡ് അല്ല ബുള്ളിഷ് ട്രേഡ് തന്നെ നോക്കാം നമുക്ക്. അതായത് നന്നാവുക. നിഫ്റ്റിയിൽ ബെയറിഷ് ട്രേഡ് നോക്കാം, അതാണ് ബെറ്റർ. 9:14 ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവും. നമ്മുടെ ഫ്ലാറ്റ് ട്രേഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം, ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, ഏതായാലും ചാൻസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:15 കേട്ടോ. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഒന്നും വന്നിട്ടില്ല. ട്രേഡ് കിട്ടണമെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെയിലി ടൈം ഫ്രെയിം എടുത്തതിന് ശേഷം താഴേക്ക് നോക്കാം, അതാണ് നല്ലത്. നിഫ്റ്റിയിൽ ബാങ്കിൽ നമുക്ക് 52,563 അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു IDX ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം, അതായിരിക്കും നന്നാവുക. ബാങ്കിൽ നിഫ്റ്റിയിൽ ഡെയിലി ടൈം ഫ്രെയിം എടുത്തിട്ട് 24,500 താഴെയാണ്. അപ്പം 24,500 മുകളിലേക്കൊക്കെ പോയിട്ട് 24,537 ഡെയിലി ലിക്വിഡിറ്റി. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ആളുകൾ 500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ്. ഇനി അപ്പ് സൈഡിലേക്ക് നോക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാം, അതായിരിക്കും നന്നാവുക. ബാങ്ക് ബുള്ളിഷ് തന്നെ തോന്നുന്നുണ്ട് ഭയങ്കര. മാർക്കറ്റ് ബാങ്ക് കണ്ടിന്യൂസ് എപ്പോഴും നിങ്ങൾക്കറിയാം. അപ്പോൾ കണ്ടിന്യൂസ് അപ്പ് സൈഡ് ഇങ്ങനെ മാർക്കറ്റിന് പോകാൻ കഴിയില്ല, ചെറിയൊരു പുൾ ബാക്ക് എടുത്തിട്ടേ പോകുള്ളൂ. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ അക്യുമുലേഷൻ സ്റ്റേജ് അതിനെക്കൊണ്ടാക്കുക. നമ്മുടെ നോർമൽ പ്രൈസ് ആക്ഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ഈ കൺസോൾട്ടേഷൻ ഏരിയ മാർക്കറ്റ് ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ സംഭവമൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവിടെ 52,655 ഏരിയയിലുണ്ട് ഒരു ലിക്വിഡിറ്റി. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നോക്കാം മുകളിലേക്ക്. നിഫ്റ്റിയിൽ 24,432 ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. 24,432 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി 24,537 മുകളിൽ നിന്നൊക്കെ എൻട്രി കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ടാർഗറ്റ് 24 ആ ഒരു റേഞ്ചിലൊക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റും. 432 എന്നുള്ള റേഞ്ചൊക്കെ ആദ്യം ഒരു വലിയ ടാർഗറ്റ് തന്നെ വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രി വരുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 10:04 ആയിട്ടുണ്ട്. നമുക്കൊരു ഫ്യൂച്ചർ ചാർട്ടിൽ ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ, അതായത് സ്പോട്ടിൽ ഒരു ഡെയിലി IDX എടുത്ത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നിഫ്റ്റി സ്പോട്ട് ചാർട്ടിൽ ഡെയിലി ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ
താഴേക്ക് നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാങ്ക് നോക്കണ്ട, ബാങ്കിൽ നിഫ്റ്റിയിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നിഫ്റ്റി നമുക്ക് ഏതായാലും 24,500 പുട്ട് ഓപ്ഷൻ റെഡിയാക്കി വെക്കാം. ഫ്യൂച്ചർ ചാർട്ടിലൊരു പ്രോപ്പർ ഐഡിയക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അതായിരിക്കും നന്നാവുക. 10:04 ആയിട്ടുള്ളൂ, അങ്ങോട്ട് വരട്ടെ. അങ്ങോട്ട് വന്നാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ. വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് നല്ല ബുള്ളിഷാണ്, രാവിലെ മുതൽ നല്ല ഹൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടാർഗറ്റ് നമുക്ക് ഇന്നത്തെ ലോ ഒക്കെ വെക്കാൻ പറ്റും ഒരു എൻട്രി കിട്ടിയാൽ, എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഇതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതായത് ഈ എൻട്രിയിൽ 2 ഓപ്ഷൻ ഉണ്ട്. എൻട്രി കിട്ടിയിട്ട് അല്ല, അതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. എൻട്രി അഥവാ ഇനി വരാതെ താഴേക്ക് വന്നാൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അഥവാ എൻട്രി കിട്ടിയാൽ തന്നെ ഡൗൺ സൈഡിൽ 24,610 609 24,609 ഏരിയയിലൊക്കെ ഫ്യൂച്ചറിലൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് പോകുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു കാര്യം ചെയ്യാം, 24,610 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അഥവാ എൻട്രി കിട്ടുകയാണെങ്കിൽ സ്റ്റോപ്പ് അവിടെ ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. ഇൻ കേസ് എൻട്രി കിട്ടിയിട്ട് നേരെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് 6 പോയിന്റ് 2,000 റുപ്പീസ് നമുക്ക് ലോസ് വരും, അത്രേ ഉള്ളൂ. എൻട്രി വരുമോ എന്നറിയില്ല, വെയിറ്റിംഗ് ആണ്, സ്റ്റിൽ വെയിറ്റിംഗ്. 10:05 ആയിട്ടുണ്ട് സമയം. മാർക്കറ്റ് ആ ഏരിയ തന്നെ നിൽക്കാൻ തോന്നുന്നില്ലേ. നോക്കാം, ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. എൻട്രി വന്നാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 10:09 ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻട്രി എടുത്ത ടൈം കുറവാണ്, 10:07. പക്ഷേ ആ 95-65 കിട്ടിയത്. 93 സംതിങ് ആയപ്പോഴാണ്, കാരണം നിഫ്റ്റി സ്പോട്ട് കൂടി ഹൈ എടുക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 93 സംതിങ്ങിന് കണ്ടതാണ്. പക്ഷേ ഫ്ലാറ്റ് റേറ്റിൽ ചെറിയൊന്ന് സ്റ്റക്കായപ്പോൾ കുറച്ചൊന്ന് ഡിലേ എൻട്രി വരാൻ, അതാണ് 95-നായിപ്പോൾ എൻട്രി കിട്ടിയത്. എന്നാലും നമ്മൾ പ്രോഫിറ്റിലാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുകയാണ് ആ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ. ഇനി അഥവാ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ SL അടിക്കുകയാണെങ്കിൽ ആ ട്രേഡ് ചെയ്യുന്നില്ല, കാരണം നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വെക്കാം. പക്ഷേ ഡെയിലി ടൈം ഫ്രെയിം എടുത്തുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇൻ കേസ് ഈ ഒരു ട്രേഡ് SL അടിച്ചാലും ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്യും താഴേക്ക്. കാരണം ഡെയിലി ലിക്വിഡിറ്റി എടുക്കുമ്പോൾ മാർക്കറ്റിന് പൊതുവേ ഒരു മൊമെൻറ്റം കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ഇൻ കേസ് മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലേക്ക് പോകണം, നമുക്ക് ഈ 5 മിനിറ്റ്സിലേക്ക് ടാർഗറ്റ് 1:5 ഒക്കെ വെക്കാൻ പറ്റും. ഇതിപ്പോൾ 1:5 ഇൻ കേസ് ഈ ഒരു 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്താലും 1:5 ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങാത്തത്. നോർമലി ഒരു ലിക്വിഡിറ്റി ഏരിയ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, ഒരു സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇറങ്ങാം അങ്ങോട്ട് വരികയാണെങ്കിൽ. അല്ലെങ്കിൽ ഇത് SL അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മുകളിൽ നിന്ന് ഒരു എൻട്രി താഴേക്ക് കിട്ടുകയാണെങ്കിൽ ആ എൻട്രിയിൽ നമുക്ക് വേണ്ട ടാർഗറ്റ് ഇവിടെ വെക്കാം. ഇനിയിപ്പോൾ ഇത് ഡയറക്റ്റ് വന്നിട്ട് SL അടിക്കുകയാണെങ്കിൽ നോക്കാം, പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം, അതായിരിക്കും നന്നാവുക. അപ്പോൾ തൽക്കാലം വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മുടെ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എത്തുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും കേട്ടോ, അതായിരിക്കും എൻ്റെ പ്ലാന്. 95-65 കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഇപ്പം 100 ആയിട്ടുണ്ട്, നിയർലി 5 പോയിന്റ് അടുത്തൊക്കെ വന്നിട്ടുണ്ട്. മൊമെൻറ്റം വരുമെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഒരു താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിപ്പ് കണ്ട്. ഡെയിലി ടൈം ഫ്രെയിം എടുത്തല്ലേ, നമുക്ക് മെയിൻ ടാർഗറ്റ് ഇന്നത്തെ ഡേ ലോ ആട്ടോ. അതായത് ഈ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റിലേക്ക് വെച്ചിട്ട് പിന്നെ അടുത്ത ടാർഗറ്റ് ഡേ ലോ ആണ്. ഡേ ലോയിലേക്ക് അത്യാവശ്യം 1:100 പോയിന്റ് ഉണ്ട് അവിടേക്ക്. 120 110 120 എൻട്രി എടുത്തൊന്നും ഒരു 120 പോയിന്റിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. ഒരു നമുക്ക് ഒരു എന്തായാലും 1:2 പിന്നെ 2 or 3 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലെവൽ 2 എന്തായാലും കിട്ടും, അതായത് ടാർഗറ്റ് അടിച്ചാണ്. ഒരു സുഖമായിട്ട് 20,000 ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ഈ ഒരു ട്രേഡിൽ ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ. ഏതായാലും നോക്കാം, ഞാൻ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, സമയം 10:20 കേട്ടോ. നമ്മുടെ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് നമുക്ക് ഞാൻ മൊബൈലിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അത് 95-65 എൻട്രി നമുക്ക് എന്ത് ചെയ്യാം, 95-70 വെക്കാം അല്ലേ. 95-96 വെക്കാം, അതാണല്ലേ ചെറിയൊരു ഇതിൽ കിടക്കട്ടെ. 96 വെച്ചിട്ടുണ്ട് നമ്മൾ. ഏതായാലും 95-60 വെച്ചാലും കുഴപ്പമില്ല. കോസ്റ്റ് പ്രൈസ് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാവും, എനിക്ക് അറിയില്ല അതെന്താ വെച്ചാൽ ആ സ്പൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ചിലപ്പോൾ പ്രോഫിറ്റ് ആവും. ചിലപ്പോൾ നമ്മൾ ട്രിഗർ പ്രിൻറ്റിങ് വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രീമിയത്തിൽ ചെറിയ ഡിഫറൻസ് വരാം. ഇനിയാണ് ഞാൻ പറഞ്ഞത് മെയിൻ നമ്മുടെ ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ 122 പോയിന്റ് റേഞ്ചിലുണ്ട് അല്ലേ.
ടാർജറ്റിലേക്ക് 122 റേഞ്ച് പോയിന്റിലുണ്ട്. ഇപ്പോൾ 5000 ഓൾറെഡി നമുക്ക് പ്രോഫിറ്റാണ്, പകുതിയില്ല, ആ ഭാഗം ദൂരം പിന്നിട്ടിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും ഇതിൽ എന്നുള്ളതാണ്. അപ്പോൾ സ്കാൽപ്പ് ചെയ്യണവർക്ക് ഞാൻ പറഞ്ഞില്ലേ, എക്സിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്, കുഴപ്പമില്ല. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇതുവരെ പ്രോപ്പറായിട്ടുള്ളൊരു ഡെയിലി IDX ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നിഫ്റ്റിയിൽ സ്പോട്ട് ചാർട്ടിലാണ് പറഞ്ഞത് 7000 ഒക്കെ കാണിക്കുന്നുണ്ടല്ലേ. നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷാർപ്പ് ഫാൾ വന്നാൽ സുഖമായി 1:10 15 സുഖമായിട്ട് കിട്ടും. എനിക്കുണ്ട് അറിയാലോ, നമുക്ക് എക്സ്പയറി ഡേറ്റ് അടുത്തുണ്ട്. മാർക്കറ്റ് ഓപ്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഓപ്ഷൻ നന്നായിട്ട് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ പ്രീമിയം പുട്ട് ഓപ്ഷൻ പറന്ന് കയറും. അപ്പോൾ നമ്മൾ വിചാരിച്ചു 120 പോയിൻ്റൊക്കെ സ്പോട്ടിലുള്ളതിന് പകരം ചിലപ്പോൾ 100 പോയിൻ്റ് വരെ കിട്ടും. 100 ഒരു 180 ഒക്കെ കിട്ടും സുഖമായിട്ട്, 60 പകരം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് പ്രീമിയത്തിൻ്റെ പ്രത്യേകത അതാണ്. 9000 7,000 ഒക്കെ പ്രോഫിറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 1:5 റേഞ്ച് എത്തിയില്ലേ. നോക്കാം, വെയിറ്റ് മാടൂ. ബാങ്ക് നിഫ്റ്റിയും താഴേക്കൊന്ന് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ ടാർജറ്റ് ബുക്ക് ചെയ്യാനായിട്ടില്ല. നമ്മൾ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ്. ചില ദിവസങ്ങളിൽ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ദിവസങ്ങളിൽ ഉഷാറായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. വേറെയും ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റി 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ബാങ്ക് എടുത്ത് അത് കൊടുത്ത് അപ്പ് സൈഡിലേക്ക് പോയാൽ പണി കിട്ടും ചെയ്യും. അറിയണോ? ഏതായാലും വെയിറ്റ് ചെയ്യാം, നോക്കാം. വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സമയം 10:33 ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ഒരു എൻട്രി ഏരിയയിലേക്ക് വരുന്നത്. നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു എൻട്രി ഏരിയയിലേക്ക് എത്തുന്നുള്ളൂ. നിഫ്റ്റി ഫ്യൂച്ചർ കുറച്ച് നേരത്തെ ഒരു അഗ്രസീവ് എൻട്രി ഒക്കെ തന്നതാണ്. പക്ഷേ നിഫ്റ്റി നമ്മളെ എൻട്രി ഏരിയൻ്റെ അടുത്ത്, ഒരു ലിക്വിഡിറ്റി ഏരിയൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നിഫ്റ്റിയിൽ. അതെടുത്തിട്ട് താഴെ വന്നാൽ അടിപൊളി. നിഫ്റ്റിയിലും എൻട്രി കിട്ടി. നിഫ്റ്റിയിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി, ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കുറച്ചും കൂടി ഹൈയിലേക്ക് പോയാൽ നമുക്ക് നിഫ്റ്റിയിലൊരു എൻട്രി എടുക്കാനാവും. അപ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ SL അടിക്കുന്ന എനിക്ക് തോന്നുന്നത്. 1:5 റേഞ്ച് വരെ പോയതല്ലേ. തിരിച്ചിങ്ങോട്ടന്നെ വരിക, അറിയില്ല. വെയിറ്റ് ചെയ്യാം, നമുക്കിപ്പോൾ അതേ പറ്റുള്ളൂ അല്ലേ. പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ആ 5 മിനിറ്റ്സ് എടുത്തിട്ട് വീണ്ടും തിരിച്ച് കയറി. ഞാനല്ല, ബാങ്ക് നിഫ്റ്റി വലിച്ചു കൊണ്ടുപോകാൻ നിഫ്റ്റിനെ. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷും നിഫ്റ്റി ബാരിഷും മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ നാളെ മാറും. നിഫ്റ്റി നാളെ ചിലപ്പോൾ ഒരു ഇന്നത്തെ ക്യാൻഡിൻ്റെ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ വീണ്ടും ബുള്ളിഷാവും നിഫ്റ്റി. അങ്ങനെ ഓർഡേഴ്സ് അക്യുമുലേഷൻ സ്റ്റേജിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിട്ടാണ് കളക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ സ്റ്റോപ്പ് ലോസ് എടുത്ത് അങ്ങോട്ട് വന്ന് മുകളിലേക്ക് ഒരു ബുള്ളിഷ് കാണുമ്പോൾ മാർക്കറ്റിൽ ആളുകൾ കയറുമ്പോൾ അവരൊക്കെ ഒന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അവർ SL ഉണ്ടാകുമ്പോൾ ആ സ്റ്റോക്കൊക്കെ അവർ വിറ്റ് ഒഴിവാക്കുമ്പോൾ വീണ്ടും കുറച്ച് ടീമൊക്കെ വാങ്ങാൻ സുഖമാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ചെറിയ ഷോർട്ട് ട്രേഡ് ചെയ്യുന്നവർ അതുകൊണ്ടാണ് പ്രോഫിറ്റബിൾ ആവുന്നില്ല എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യണ ബെറ്ററാന്ന് പറയാൻ കാരണം. പ്രോപ്പർ റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല സ്വിംഗ് ട്രേഡിങ്. പക്ഷേ നോർമലി നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, മൈൻഡ് സെറ്റിനെ വെച്ചിട്ടുള്ള ഒരു കളിയാണിത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പലതും എന്താ പറയുക, ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ പിന്നെന്താ, നമുക്ക് എപ്പോഴും ഷോർട്ട് ടേം ട്രേഡ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് പെട്ടെന്ന് ഇറങ്ങും, നമ്മൾ ലോസ് കുറേ വെയിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 11:27. എത്ര നേരമായി ട്രേഡ് എടുത്തിട്ടില്ല. ഇതുവരെ ടാർജറ്റും അടിക്കില്ല. 7,000 വരെ, 3,000 പോവുക, 2,000 വരെ അങ്ങനെ. പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ. ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ട്. അപ്പം ഒരു പ്രോബബിലിറ്റി ഉണ്ട് ആ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് നല്ല ഷാർപ്പ് ഫാൾ വരാൻ ചാൻസ് ഉണ്ട്. അറിയില്ല ഇനി അത് അക്യുമുലേഷൻ ആയിട്ട് മുകളിൽ പോകാനാണെന്നും അറിയില്ല. ഏതായാലും നോക്കാം. ഒരു നോർമലി ഞാൻ പറയലുണ്ട്, പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം. ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നോർമലി
റീറ്റെയിലേഴ്സിൻ്റെ ഓർഡർ കളക്ട് ചെയ്ത് താഴേക്ക് വരാനാണ് പോസിബിലിറ്റി എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പിൻ്റെ ഒക്കെ ഒരു രീതി. അപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് പ്രൈസ് ആക്ഷൻ ട്രാപ്പ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കേസ് മാർക്കറ്റ് നമ്മൾ കുറേ കാലം വാച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ലോജിക്കാണ്, അല്ലാതെ അതിനൊരു സിസ്റ്റം ഒന്നുമല്ല. അത് നമ്മൾ നോർമലി ട്രാപ്പ് ചെയ്യാൻ ആളുകൾ കയറാൻ എവിടെ ചാൻസ്, അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വരാം, അവർ ടാർജറ്റ് എവിടെ വെക്കുക എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. നോർമലി കുറേ കാലം പ്രൈസ് ആക്ഷനും കുറേ കാലം എന്താ പറയുക ഇൻഡിക്കേറ്ററും CPR ഈ കാര്യങ്ങളൊക്കെ ബ്രേക്കൗട്ടൊക്കെ വെച്ച് ട്രേഡ് ചെയ്തതിനോട് അങ്ങനെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ കുറേ കാലം നോർമൽ പ്രൈസ് ആക്ഷൻ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഏരിയ എവിടെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഐഡിയയിൽ അധിക ട്രേഡ്സ് അങ്ങനെയാണ് ഞാൻ മൈൻഡ് സെറ്റിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റീനെ ബേസ് ചെയ്തിട്ട് ചിന്തിക്കുമ്പോൾ എപ്പോഴും കുറച്ച് നമുക്കൊരു ഐഡിയ കിട്ടും ഇന്ന ഏരിയയിലായിരിക്കും. നമ്മൾ മുന്നേ നോർമൽ പ്രൈസ് ആക്ഷനും അതുപോലെ ഈ പറഞ്ഞ ഇൻഡിക്കേറ്ററൊക്കെ വെച്ച് ട്രേഡ് ചെയ്തവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഞാൻ മുന്നേ ട്രേഡ് ചെയ്യൽ ഇവിടെ ആയിരിക്കുമല്ലോ, അപ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അതിന് നേരെ ഓപ്പോസിറ്റാണ് പലപ്പോഴും അങ്ങനെയാണ് ഈ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്ന് വരിക. ഏതായാലും അപ്ഡേറ്റ് ചെയ്യുക, ഇതുവരെ ഒന്നും ആയിട്ടില്ല. മണിക്കൂറുകൾക്കൊടുവിൽ അതായത് 11:37 നമ്മുടെ SL അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ ഇത്ര നേരമായില്ലേ, 10:07 തുടങ്ങി, 1.5 മണിക്കൂർ കഴിഞ്ഞു. 96 നമ്മൾ SL കറക്റ്റ് അടിച്ചിട്ടോ. വല്ലാത്ത SL ആയിപ്പോയി. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. ഞാൻ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, എടുത്തില്ല. അതിന് മുമ്പ് ഇന്ന ട്രാപ്പാക്കി. ഞാൻ വിചാരിച്ചു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് മീൻസ് ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ എൻട്രി എടുത്തതിനേക്കാൾ ഒരുപാട് താഴെ കേട്ടോ. പക്ഷേ ഒരു എന്താ പറയുക, ഞാൻ കോസ്റ്റ് പ്രൈസിൽ വെക്കാൻ കാരണം 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി നോർമലി ഞാൻ വെക്കാറില്ല, അറിയാലോ. പക്ഷേ ഈ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്തതിനെ കൊണ്ടാണ് വെച്ചത്. ഞാൻ പ്രതീക്ഷിച്ച് കുറച്ചും കൂടി നല്ല ഫാള് വരും എന്നുള്ളത്. അതുകൊണ്ട് 10,000 കിട്ടിയിട്ടും നമ്മൾ ബുക്ക് ചെയ്യും. നിയർലി 10,000 1:5 കിട്ടിയിട്ടും ബുക്ക് ചെയ്തില്ല. കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക ജസ്റ്റ് മിസ്സാണ്. ജസ്റ്റ് മിസ്സല്ല മീൻസ് ജസ്റ്റ് മിസ്. നമ്മൾ പ്രതീക്ഷിച്ചു നടന്നില്ല, കുഴപ്പമില്ല. ഏതായാലും നല്ല അവസരം വരട്ടെ. അവസരം വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ SL അടിച്ച് പിന്നെ തിരിച്ച് കയറിയില്ലേ, 96 അടിച്ചില്ലേ, 95 അതിൽ തന്നെ. ഏതായാലും ഞാൻ ചാൻസ് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 11:53 ആയിട്ടോ. നമുക്കൊരു എൻട്രി ഓൾറെഡി നോക്കാൻ വേണ്ടി റെഡി ആയി വെച്ചതാണ് ഞാൻ, പക്ഷേ റിജക്റ്റഡ് ആയിപ്പോൾ ഇതിൻ്റെ. ഇപ്പോൾ ഞാൻ ഓപ്പൺ ഓർഡറിൽ കൊടുത്തിട്ടുള്ളത് ഒരു 53,000 പുട്ട് ഓപ്ഷനാണ്. ഒന്നാമത് പ്രൈസ് അധികമല്ലേ ഈ ബാങ്ക് നിഫ്റ്റിൻ്റെ, അതുകൊണ്ട് എൻട്രി കിട്ടിയില്ല. ഞാൻ C ഓർഡറിൽ കൊടുക്കുമ്പോഴൊക്കെ എൻട്രി റിജക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കാം. പക്ഷേ ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ് എൻട്രി, പക്ഷേ താഴേക്ക് വന്നുപോയി. ഏതായാലും പ്രീമിയം അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി റിവേഴ്സൽ വന്നാൽ കിട്ടും, കാരണം 50 ഇതിലാണ് കൊടുത്തത്. 53,000 പുട്ട് ഓപ്ഷൻ. 53,200 ഒന്നും എടുക്കാനുള്ള എമൗണ്ടില്ല. കുറച്ചും കൂടി ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ചെയ്യണമെങ്കിൽ, അതാണ് അവസ്ഥ. ഈ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ടേ പ്രീമിയം കണ്ട് കൂടുതലാണല്ലോ. കണ്ടോ, 654 ഞാൻ കൊടുത്തത്. 655 650 ആ റേഞ്ചിൽ നിന്നപ്പോൾ 54 ഞാൻ കൊടുത്തത്. ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. 260 പോയിൻ്റൊക്കെ ഉണ്ട്, ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ. എന്താ ചെയ്യുക, പക്ഷേ എൻട്രി വന്നില്ല. തിരിച്ച് വരികയാണെങ്കിൽ നമുക്ക് കിട്ടും, കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് വരികയാണെങ്കിൽ കിട്ടും. ചെറുതായിട്ട് വന്നാൽ മതി, അധികമൊന്നും വരേണ്ട ആവശ്യമില്ല. ചെറിയ റിവേഴ്സൽ തന്നെ പ്രീമിയം റേഞ്ചിലെത്തും. അത് റിജക്റ്റായി ഒരു എന്താ ചെയ്യുക, കുറേ എൻട്രി 2-3 വട്ടം ട്രൈ ചെയ്തേട്ടോ ആ ഏരിയയിൽ. എനിക്ക് 651 എൻട്രി വരേണ്ടതാണ്, പക്ഷേ അപ്പോൾ റിജക്റ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ 654 പിന്നെ കൊടുത്തത്. ഇനി അത്ര ഒന്നുമില്ലെങ്കിലും കുറച്ചും കൂടി വരികയാണെങ്കിൽ കിട്ടട്ടെ. ഞാൻ ആ എൻട്രി എടുത്ത സമയത്ത് 651 ആ റേഞ്ചിലൊക്കെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. 650 651 പ്രീമിയം. അപ്പോൾ 660 അല്ലേ, നമുക്ക് 6 എൻട്രി വരൂലേ. ഒന്ന് തിരിച്ച് കയറും മോനെ ബാങ്കേ. നമുക്ക് ഒരു അടി എൻട്രി കിട്ടും. എൻട്രി കിട്ടിയാൽ തന്നെ ടാർജറ്റ് അടിക്കുമെന്ന് ഉറപ്പില്ല. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് കണ്ടില്ലേ, അടിപൊളി ട്രേഡ് കഴിഞ്ഞു. അത് സെല്ലായിപ്പോയി. പക്ഷെ നിഫ്റ്റി ആ പറഞ്ഞതെന്ന് മാർക്കറ്റ് പിന്നെ പൊന്തായില്ല കേട്ടോ, അതാ രസം. ഞാൻ ആ എക്സിറ്റ് ചെയ്തില്ലേ, എൻ്റെ 96 എക്സിറ്റ് വന്നതിന് ശേഷം 664 ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്യാം. ഇനി ഒന്നുകൂടി താഴെ വന്നിട്ട് നോക്കുക, അതല്ലേ. അല്ല, ഒന്നുകൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. അല്ലാത്ത ഒരു പോയിന്റ് 655 ഉണ്ടായപ്പോൾ 656 അങ്ങോട്ട് ഉണ്ടായപ്പോൾ 54 ഞാൻ ലിമിറ്റ് ഓർഡർ കൊടുത്ത്. ഇനി നമുക്ക് C ഓർഡർ വർക്കാവാത്തതുണ്ട്. എന്തായിരിക്കറിയാം, ഓരോരോ നിഫ്റ്റിൻ്റെ കോമഡി അതല്ല. 96 ഞാൻ എക്സിറ്റ് ചെയ്തില്ലേ, 96-20 വരെ എന്താ ചാർട്ടിൽ പോയിട്ടുള്ളൂ പ്രീമിയം. നമ്മുടെ SL അടിച്ചെന്നുള്ളൂ. ഞാൻ ആ 95-60 തന്നെ എൻട്രി പ്രൈസിനെ കൊടുത്തിട്ട് SL അടിക്കൂലായിരുന്നു. അയ്യോ, അതെന്താ അത്, എൻ്റെ പൊന്നോ. ഒയ്യോ, ടാർജറ്റ് പഠിക്കുമല്ലോ നിഫ്റ്റി.
എൻ്റെ അമ്മ 150, 96 എക്സിറ്റ് ആയ സാധനം 150 എത്തി. ഇപ്പോൾ ടാർജറ്റിലേക്ക് വന്നിട്ടില്ല കേട്ടോ. നമുക്ക് 60 പോയിന്റ് 1:10 ആയി ഇപ്പം തന്നെ. വല്ലാത്തൊരു എൻ്റെ അമ്മ. അതേ രസം ഞാൻ കാണിച്ചുതരാം. പ്രീമിയം സംഭവിച്ചിട്ടുണ്ടോ? 96 എൻ്റെ SL അടിച്ചില്ലേ, ആ ഏരിയ 96-20 വരെ പോയിട്ടുള്ളൂ. ഇപ്പം 160 വരെ, 60 പോയിന്റിലേറെ പോയി. എൻ്റെ എന്ത് കഷ്ടകാലം. 96-30 വരെ പോയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 96 അടിച്ചും ചെയ്തു. അത് സ്പൈക്കിലെന്തോ അടിച്ചതായിരിക്കും. ഞാൻ പറഞ്ഞ 95 ആ കോസ്റ്റ് പ്രൈസിൽ തന്നെ വെച്ചിന്. ഒന്ന് മൊത്തത്തിൽ ടാർജറ്റിലേക്ക് ടാർജറ്റ് അടിച്ചിട്ടോ. എൻ്റെ പൊന്നോ, ടാർജറ്റ് അടിച്ചു. ഇവിടുന്ന് എടുത്ത എൻട്രിയാണ്. എത്ര പോയിന്റാണ് എനിക്ക് തോന്നുന്നത്? 1:10 ഒന്നല്ല, 15 കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. 15 കടന്നു പോയിട്ടോ. ഈ 150 എന്നൊക്കെ പറഞ്ഞാൽ പൊന്നോ, 100 പോയിന്റിന് അടുത്തായില്ലേ. കുഴപ്പമില്ല, നമുക്ക് ആ ടാർജറ്റ് അടിക്കുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തതിന് ചിലപ്പോൾ 160-70 സുഖമായിട്ട് കിട്ടും. അത് മതി. 100 പോയിന്റ് എന്നൊക്കെ 180 പോയിന്റൊക്കെ സുഖമായിട്ട് ഞാൻ പറഞ്ഞ പോലെ 80 പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. വല്ലാത്തതായി. ആ ബാങ്ക് നിഫ്റ്റിൻ്റെ രസമാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് എടുത്ത് അതിട്ട് കിട്ടിയിട്ടുമില്ല. ഇതാണെങ്കിൽ പോയും ചെയ്തു. എൻ്റെ പൊന്നോ, അതുമല്ല ടെൻഷൻ ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ പോയെന്നുള്ളത്. 96 നോർമലി കോസ്റ്റിലാണ് വെക്കല്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അടിച്ചു പോലും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി അതപ്പോൾ ടാർജറ്റ് അടിക്കും ആ എൻട്രി. എൻ്റെ പൊന്നോ, ബാങ്ക് നിഫ്റ്റിയാണ് എൻട്രി ഇതായിട്ടും ചെയ്യില്ല. ബാങ്ക് നിഫ്റ്റി ടാർജറ്റ് അടിച്ച്. ഇത് 750 പ്രീമിയം, 654 സാധനം. എൻ്റെ പൊന്നോ, എന്ത് കഷ്ടമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി. നീ എന്നോട് ഇങ്ങനെ ചെയ്യേണ്ടില്ലേ? ഇനി നിഫ്റ്റിയും രണ്ടാളും ചതിച്ച് 218 നിഫ്റ്റി. എൻ്റെ പൊന്നോ, ആവൂല ഇന്ന് കാണാൻ വയ്യത്. വല്ലാത്തൊരു എന്തൊക്കെ പ്രശ്നങ്ങളാ. 96 സ്റ്റോപ്പ് ലോസ് വെച്ചാണ്. അതിനെ ലോ കണ്ടാലും അതാ രസം. 96-20 എൻ്റെ SL അടിച്ച എത്ര? 96 സ്പൈക്കിൽ. അത് 95-60 നോർമലി കോസ്റ്റ് പ്രൈസ് വെച്ചാൽ പോലും SL അടിച്ചു പോലും. ഇനി ഇതുണ്ടോ 96 105 പോയിന്റ്. എൻ്റെ അമ്മ, വല്ലാത്തൊരു ഇതായി. അപ്പോൾ അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയോട് പോവുകയും ചെയ്ത് ടാർജറ്റ്. അറ്റ്ലീസ്റ്റ് ആ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി കിട്ടിയാൽ മതി. എന്നാൽ ഈ എൻട്രി മിസ്സായതിന് സമാധാനം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ട് അനുസരിച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി ടാർജറ്റ് അടിച്ചിട്ടുണ്ടെന്ന്. അതിനും ഇതേമാതിരി SLൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടോ, എന്നിട്ടാണ് ടാർജറ്റ് അടിച്ചത്. കോസ്റ്റ് വെച്ചില്ലെങ്കിൽ അടിച്ചിട്ടുണ്ടാവും. ഈ ട്രേഡ് പിന്നെ കോസ്റ്റ് വെക്കാതെ വെച്ചാൽ ചിലപ്പോൾ അടിക്കില്ലേ, അത്രയും അഗ്രസീവ് എൻട്രിയിൽ. ഏതായാലും അവിടെ നിൽക്കട്ടെ. ഈ ഒരു പുതിയൊരു ഏസ് മൂവി എഡിറ്ററും ഇനിയിപ്പോൾ ഇവിടുന്ന് മോൾക്ക് നോക്കാം. അതാ നല്ലത്. ഈ ഒരു ഏരിയ എത്തുമ്പോൾ മോളിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. കാരണം ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതാണ് ബാങ്കും നിഫ്റ്റിയൊക്കെ. അപ്പോൾ ഇനി മുകളിലേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. ബാങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രേഡ് കിട്ടിയാൽ മതി. മുകളിലേക്കുള്ള ബാങ്ക് ഒരു ബുള്ളിഷാനെ കൊണ്ട് ബാങ്കിൽ നമുക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റിയ ഉണ്ടോ. ബാങ്ക് ടാർജറ്റ് അടിച്ച്. ഏതായാലും നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചാൻസ് വരട്ടെ. സമയം 1:12. മുകളിലേക്ക് ട്രേഡ് നോക്കിക്കാന്നല്ലാതെ കിട്ടിയില്ല. അപ്പോൾ അതിന് ശേഷം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. ഫിബൊനാച്ചി റിട്രേസ്മെൻ്റ് ഒക്കെ വന്നു. ഫിബൊനാച്ചി അറിയാലോ, നല്ല മാർക്കറ്റ് ഫാൾ വന്നാൽ 6 റിവേഴ്സൽ വരുന്നതാണ്. അപ്പോൾ അതേമാതിരി 6 റിവേഴ്സൽ വന്നിട്ടുണ്ട്. അതുപോലെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഈ ഹൈൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇത് പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എൻട്രി ആയിട്ട് നമ്മൾ ഇൻഡ്യൂസ്മെൻറ്റ് എൻട്രി പറഞ്ഞാൽ ഏറ്റവും 53,093 മുകളിലേക്ക് നോക്കേണ്ടിയായിരുന്നു. പക്ഷേ അതിപ്പം 200 പോയിന്റ് മുകളിലേക്ക് പോയി എൻട്രി തരാതെ. സ്പോട്ട് ചാർട്ടിൽ ഒരു ചെറിയ എൻട്രി തന്നിട്ടുണ്ട് ടോപ്പ് സൈഡിലേക്ക്. പക്ഷേ ഞാനൊരു ചെറിയൊരു ഡൗൺ സൈഡിലേക്ക് നോക്കുക. വലിയ ടാർജറ്റ് വന്നിട്ടുണ്ടാകണ്ട. ഒരു 1:3-4 കിട്ടിയാൽ മതി. ഡേ ഹൈ മീൻസ് ചെറിയ മൊമെൻറ്റം കിട്ടിയാൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും ചെയ്യാം. അപ്പ് സൈഡിലേക്കാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പോസിബിലിറ്റി ഉള്ളത്. 53,300 പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അതും നോർമൽ ഓർഡറിലാണ് എടുത്തത്. ഇനിയിപ്പോൾ നേരത്തെ മാതിരി കവർ ഓർഡർ എടുത്ത് റിജക്റ്റ് ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. 683 എടുത്ത് 664 SL കൊടുക്കാം. വെയിറ്റ് ചെയ്യാം. കുറേ നേരം അങ്ങോട്ട് കിട്ടിയില്ല ഭ്രാന്തായി ഇല്ലേ. നിഫ്റ്റി ഇതേപോലത്തെ ബാങ്ക് നിഫ്റ്റിയിലാണ് ഇപ്പം നിന്ന്. നിഫ്റ്റി പക്ഷേ ഡേ ഹൈ എടുത്തിട്ടില്ല കേട്ടോ. നിഫ്റ്റി 24,500 മുകളിലേക്കൊക്കെ പോയാലും ഇതേപോലെ ചാൻസ് താഴേക്ക് നോക്കാം. ചെറിയ ടാർജറ്റ് മതി, അവിടെ എത്തി എക്സിറ്റ് ചെയ്യുക. അവിടെ നിന്ന് ഇത് മാക്സിമം ടാർജറ്റ്. പക്ഷേ സിംഗിളോ എത്തി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് മുകളിലേക്ക് നോക്കാം. അതായിരിക്കും നന്നാവുക.
ബാങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം. ഇത് ചെറിയൊരു റീട്രേസ്മെൻറ്റിനുള്ള ട്രേഡാണ്, പക്ഷേ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തില്ലേ, അതിനും എൻട്രി വന്നു. ടാപ്പ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എൻട്രി എടുത്ത് തോന്നുന്നുണ്ട്. എനിക്കറിയാം എന്തെങ്കിലും മണ്ടത്തരം പറ്റുന്നു. അമ്മാരി ലോസാണല്ലോ വന്നത്, മീൻസ് മിസ്സാണല്ലോ ആയത്. എന്നാലും എൻ്റെ നിഫ്റ്റിയെ എന്നോട് ചതി വേണ്ടായിരുന്നു. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻ്റെ എടുത്ത ആളുകളൊക്കെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെന്ന്. അതാ രസം. എന്തിപ്പോൾ പറ്റി ഞാൻ ആ കോസ്റ്റ് പ്രൈസ് വെച്ചത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നോക്കാം, നാളെയും നോക്കാമല്ലോ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഒരു ട്രേഡിൽ ഇപ്പോൾ എനിക്ക് ഒരു 1:15 കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ ചിലപ്പോൾ നമുക്ക് ടാർഗറ്റിൻ്റെ എണ്ണം കുറവായിരിക്കും, പക്ഷേ കിട്ടുന്ന സമയത്ത് മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ എന്താ സുഖം എന്താ വെച്ചാൽ പിന്നെ നമ്പർ ഓഫ് ട്രേഡ്സ് കുറേ SL അടിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അത് വെയിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടായില്ല. കോസ്റ്റ് ഇത് പോയിട്ടോ, ബാങ്ക് പോയി ആറ്റ് നോറ്റെടുത്തിട്ട് ഇപ്പം 1 മണിക്കാണ് പിന്നെ ട്രേഡ് എടുത്ത് അത് SL അടിച്ച്. അതൊക്കെ 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ടാർജറ്റ് അടിച്ച സാധനം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വരെ അനങ്ങാതെ പിന്നാണ് പാഞ്ഞ് 1.5 മണിക്കൂറിന് ശേഷം. ബാങ്ക് നിഫ്റ്റിയിൽ ആ ട്രേഡ് SL ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു നിഫ്റ്റിയിലും നോക്കാം. ഒരു 24,500 നിഫ്റ്റി ഇപ്പോൾ 24,490 ആ ഒരു ഏരിയയിലാണ്. ഞാൻ പറഞ്ഞ പോലെ സെയിം ലോജിക്ക് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് ലൈൻ നിഫ്റ്റിയിലും ഉണ്ടാവും. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൽ നിന്ന് റിവേഴ്സൽ തന്നു. പക്ഷേ എഗെയിൻ അതിൻ്റെ ഹൈയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അതായത് നിഫ്റ്റി 24,484 ബാങ്ക് അവിടുന്ന് ഇപ്പോൾ റിവേഴ്സലുണ്ടോ. ഇതാണ് വളരെ നല്ല ദിവസമാണല്ലോ ഒന്ന്. താഴേക്ക് തന്നെ ഞാൻ ട്രേഡ് ഒന്നുകൂടി നോക്കണമെങ്കിൽ, കാരണം ഇന്ന് ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ലിക്വിഡിറ്റി എടുത്താണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ മാർക്കറ്റ് ഒന്നും കൂടെ റിവേഴ്സൽ ആവാനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ 24,556 ടാപ്പ് ചെയ്ത് മുകളിൽ ടാപ്പ് ചെയ്യണമെങ്കിൽ താഴേക്ക് നമുക്ക് നോക്കാം നിഫ്റ്റിയിൽ. പക്ഷേ അതിന് മുമ്പായിട്ട് ഏതെങ്കിലും അവസരം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൈസ് ആക്ഷൻ ട്രാപ്പ് കിട്ടുകയാണെങ്കിൽ നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 1:40 ആയിട്ട് കേട്ടോ. 1:40 നമ്മളെ ഒരു എൻട്രി എടുത്താലോ. നിഫ്റ്റി 24,500 മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. ഒറ്റ ട്രേഡും കൂടെ ഒരു ട്രേഡും കൂടെ ഒന്ന് താഴേക്ക് തന്നെ നിഫ്റ്റിയിൽ പ്രതീക്ഷ ഉണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ കോൺസെപ്റ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് എന്ന ലെവലിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യണ മാതിരി കാണിച്ചു, ട്രെൻഡ് ലൈൻ ബ്രേക്ക് കൂട്ടി താഴെ പോണ മാതിരി കാണിച്ചു. എന്നിട്ട് അത്യാവശ്യം നല്ല മൊമെൻറ്റം കാണിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു IDX ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് റിവേഴ്സ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡ് നമുക്ക് എടുക്കാം. എൻട്രി വരട്ടെ. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 1:49 ആയിട്ടുണ്ട്. 1:49 നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന എൻട്രി വന്നില്ല. വീണ്ടും കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി വീണ്ടും ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാം. എത്രക്കാണ് എൻട്രി വന്നത്? 111 എൻട്രി. നേരത്തെ നമുക്ക് 104 ഉള്ളതായിരുന്നു പ്രീമിയം. ആ സമയത്ത് അപ്സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തോ വെയിറ്റ് ചെയ്ത് പക്ഷേ എടുക്കാതെ വീണ്ടും താഴേക്ക് വന്നു. താഴേക്ക് വന്നിട്ട് വീണ്ടും പുതിയത് ഫ്യൂച്ചർ ചാർട്ടിലാണ് കിട്ടിയത്. നിഫ്റ്റീൻ്റെ സ്പോട്ടിൽ കിട്ടിയിട്ടുമില്ല. നോക്കാം, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളെ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് ഒന്നുമല്ല. ഞാൻ മാർക്കറ്റ് നല്ല ബുള്ളിഷ് ബെയറിഷ് ആയിട്ട് പോയതിന് ശേഷം ഒരു റിവേഴ്സൽ കാണിച്ചു. റിവേഴ്സൽ നോർമലി ഫിബ് ലെവലിൽ നിന്ന് ആളുകൾ വീണ്ടും താഴേക്ക് എടുക്കുന്ന 0.6 ലെവലിൽ നിന്ന് താഴേക്ക് വരുന്ന മാതിരി കാണിച്ച് മുകളിലേക്ക് പോയിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് താഴേക്ക് വരും. ചെറിയ, അതായത് താഴെ ഒരു 5 മിനിറ്റ്സ് ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് വേണം എക്സിറ്റ് ചെയ്യാൻ. നമുക്ക് അധികം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ എക്സിറ്റ് ചെയ്യാം. എന്നാൽ തന്നെ നമുക്ക് 1:5 ഒക്കെ ഈസി ആയിട്ട് കിട്ടും. അത്രയും ലെവലുണ്ട്. അങ്ങനെ ബുള്ളിഷായിട്ടാണ് പോയത്. അപ്പോൾ ഒരു റിവേഴ്സൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ റിവേഴ്സൽ നമ്മൾ വീണ്ടും അതാ മുകളിലേക്ക് പോകണം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ നേരം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതിന് മുമ്പ് മനസ്സിലടിച്ച് പോകാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2 മണിയായിട്ടോ. നമ്മുടെ 1:57 നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. 2 SL. നോർമലി നമുക്ക് ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ കഥ ഒന്നും പറയണ്ട. റിജക്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ ട്രേഡ് ഇറങ്ങി പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. 5-6 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനിയൊരു ചാൻസ് കൂടി വരുമ്പോൾ ഞാൻ നോക്കും. ഏതായാലും ഒറ്റ ഓപ്പർച്യൂണിറ്റി മാക്സിമം 2 ട്രേഡ് SL അടിച്ചാൽ നിർത്തും. പക്ഷേ ഇന്ന് ഡെയിലി ഡിഫറെൻറ്റ് ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തല്ല. ഒറ്റ ട്രേഡ് കൂടി, ലാസ്റ്റ് ഒറ്റ ട്രേഡ് കൂടി നിഫ്റ്റി ഞാൻ ട്രേഡ് ചെയ്യും. വലിയൊരു ഡെയിലിയിൽ എടുത്തുകൊണ്ട് മാത്രമാണ്. 3ാമത്തെ ട്രേഡ് ഞാൻ ചാൻസ് വരികയാണെങ്കിൽ എടുക്കും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ,
സമയം 2:23 ഒരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒറ്റ ട്രേഡും കൂടി പ്ലാൻ ചെയ്യുന്നു. അത് ടാർജറ്റ് മീൻസ് ടാർജറ്റ് പറഞ്ഞാൽ ടാർജറ്റ് അടിച്ചിട്ട് താഴെയുള്ള ലിക്വിഡിറ്റി വരെ പോകുന്നുണ്ട്. നേരത്തെ വേടിയോണ്ട് 1:5 ആകുമ്പോൾ ഇറങ്ങിയതാണ്. 1:5 പറഞ്ഞാൽ സിംഗിൾ കൊടുത്തപ്പോൾ തന്നെ ഇറങ്ങി 7,600 സംതിങ് പ്രോഫിറ്റ്. നമുക്ക് നേരത്തെ ട്രേഡിൽ 2,000 സംതിങ് ലോസ് ആയിരുന്നു അല്ലേ. സെയിം സാധനം 10,000 പ്രോഫിറ്റ് കാണിച്ചപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തത്. പക്ഷേ ചെറിയൊരു 10,500 എബോവ് വന്നപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തത്. പക്ഷേ അതിലാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയത്. ഈ ഫാളിൽ ഞാൻ ഈ ജസ്റ്റ് ചെറിയൊരു സിംഗിൾ 40-35 പോയിന്റുള്ള സിംഗിളും അതും ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് എൻട്രി എടുത്തത്. അതൊരു ഐഡിയസ് 1 മിനിറ്റ് ഐഡിയസിന് എൻട്രി എടുത്തു. അത് ഞാൻ പറഞ്ഞ പോലെ 24,500 മുകളിൽ മാർക്കറ്റ് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പിൽ ഒന്നും കൂടെ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളത്. അതേപോലെ ട്രേഡ് എടുത്തു. പക്ഷേ അതിൻ്റെ രസമല്ല, ആ പ്രീമിയത്തിൻ്റെ വാല്യൂ ഇപ്പോൾ കണ്ടാലോ രസം. 1:10 അടിക്കാനായത് ടാർഗറ്റ് ഈ ഒരു ഏരിയ. ആ ഒരു ട്രേഡ് മാക്സിമം വെയിറ്റ് ചെയ്തിട്ടില്ല. മറ്റേ ട്രേഡ് ആണെങ്കിൽ വെയിറ്റ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിപ്പോൾ ഒരു ട്രേഡ് എടുത്ത് ഒരു 10 സെക്കൻഡ് എന്താ പറയുക 3 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ടാർഗറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം ഇനി ആ ഒരു കുറച്ചൊരു ആശ്വാസമുണ്ട് അല്ലേ. വലിയ ലോസ് മീൻസ് പ്രോഫിറ്റ് പോയതുകൊണ്ടുള്ള ആ ടെൻഷൻ ഡേസ് എന്ന് മാറി. ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റീൻ്റെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇവിടെ നിന്ന് ഇനി മുകളിലേക്കാണ് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക്, നിഫ്റ്റി താഴേക്ക്. ഇതാണ് അവസ്ഥ ഇന്നത്തെ. അപ്പം മൊത്തത്തിൽ ക്ഷീണമാണ്. ക്ഷീണം വെച്ചാൽ ഇന്നത്തെ എൻട്രി ഒക്കെ പോയ പോക്കെ കണ്ടോ. ഈ എൻട്രി ആണെങ്കിൽ മാക്സിമം ടാർഗറ്റ് വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ 125 കണ്ടാണ് എക്സിറ്റ് ആയത്. അതിപ്പോൾ 160 വരെയൊക്കെ പോയിൻ്റെ ആ പ്രീമിയം. അത് പിന്നെയും 1:5 റേഞ്ചിൻ്റെ 5ൻ്റെ തൊട്ടടുത്ത് എനിക്ക് എക്സിറ്റ് ആയത്. പക്ഷേ 1:10 ഇപ്പോൾ ഓൾറെഡി മൂവ് ചെയ്തു. ആ പ്രീമിയം 10ൽ അധികം മൂവ് ചെയ്തു. ഇപ്പോഴും ടാർജറ്റിൻ്റെ അടുത്ത് എത്തുന്നുള്ളൂ, എത്തിയിട്ടില്ല. ഇതാണ് അവസ്ഥ അല്ലേ. ഏതായാലും നോക്കാം. ഞാൻ ഇനി സമയം 2:30 ആയില്ലേ. ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യണോ? ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യണ്ട. നമ്മളെ നമ്പർ ഓഫ് ട്രേഡ്സ് തന്നെ കൂടിയിട്ട് നോക്കട്ടെ. ഇനിയിപ്പം ഒരു അപ്സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി താഴെയുള്ള ആ ഒരു ഞാൻ മാർക്ക് ചെയ്ത ടാർഗറ്റ് നിഫ്റ്റിയിൽ വെച്ച ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാലും മതി. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിലേക്ക് നോക്കിയാലും മതി. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 2:30 ആയില്ലേ. കുറച്ച് 2:25 നോക്കട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:56 ആയിട്ട് കേട്ടോ. നമുക്ക് ഒരു സ്കാൽപ്പിംഗ് പോലെ ട്രേഡ് നോക്കാം. മാർക്കറ്റ് ഒരു ബുള്ളിഷ് അപ്സൈഡിലേക്ക് 53,200 കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം. അതിൻ്റെ പ്രീമിയം 800. അത് വാങ്ങാനുള്ള ഫണ്ട് ഉണ്ടാവില്ല മിക്കവാറും. 53,500 കോൾ ഓപ്ഷൻ എത്ര പ്രീമിയം? അതോ 700 റേഞ്ചിലുണ്ട്. അത് 105 ഓർഡർ കൊടുക്കാം. 702 ഓർഡർ കൊടുക്കാം. അതെന്താ അത് സഫീഷ്യൻറ്റ് ബാലൻസാണ്. എനിക്ക് തോന്നുന്നില്ല അത് വേണ്ട. അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണ്ട. നിഫ്റ്റിയിലും ഉണ്ടല്ലോ ചാൻസ്. നിഫ്റ്റിയിലെടുത്താലോ? നിഫ്റ്റി എൻട്രി വന്നു കഴിഞ്ഞു അല്ലേ. എൻ്റെ പ്രീമിയം ഇനിയിപ്പോൾ ആ റേഞ്ചിലേക്ക് വരുമോ? 24 ഈ റേഞ്ച് 24,425 എൻട്രി എടുക്കേണ്ടിയിരുന്നു. അവിടെ പോയി 24,400 കോൾ ഓപ്ഷൻ നോക്കാം നമുക്ക്. എൻട്രി 127 വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം 133 നമുക്കൊരു ചാലഞ്ച് ചെയ്യാം. കുറച്ചും കൂടി താന്നേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി അതിൽ പ്ലാൻ ചെയ്യാം. അതാണ് നല്ലത്. 2:57 നമ്മുടെ എൻട്രി ആയിട്ടുണ്ട്. എൻട്രി നിഫ്റ്റിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നമുക്ക് ഡൗൺ പ്രൈസിന് കിട്ടിയിട്ടില്ല. നോക്കാം. സ്റ്റോപ്പ് ലോസ് ആ ഇതിൻ്റെ താഴെ കൊടുക്കാം. ഏതായാലും ടാർഗറ്റ് ഈ ഒരു സിംഗ് 51 പോയിന്റ് ഉണ്ട് അവിടേക്ക്. അതായത് ഒരു 1:5 ഇല്ലെങ്കിലും 1:5 4 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടേക്ക് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് പ്രീമിയം കുറച്ച് ഇതിലാണ് കിട്ടി. 134.30 കിട്ടി. 133 എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. 127 ശരിക്കും നമ്മുടെ ഒരു ആ ബാങ്ക് നോക്കിയിരുന്നതാണ്. ബാങ്ക് നോക്കിയെന്നില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 10 പോയിന്റ് ആയതിനെ. നോക്കാം. ചാൻസ് നമുക്ക് എന്താണ് മാർക്കറ്റ് ഓവറോള് ബുള്ളിഷ് ഡെയിലി ഐഡിയസ് എടുത്താണ് നിഫ്റ്റി. എന്നാലും കൂടെ ബാങ്കിൽ ആണ് ശരിക്കും ചെയ്യേണ്ടിനല്ലേ. നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ട്രേഡ് ലാസ്റ്റ് ട്രേഡാണ്. ഒരുപാട് ട്രേഡായില്ലേ. രാവിലെ തന്നെ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് ട്രേഡ് ലോസ് ആയാൽ തന്നെ കിട്ടാത്തപ്പോൾ തന്നെ നിർത്തിയില്ലെങ്കിൽ കുറേ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ദിവസങ്ങൾ നമ്മൾ അറിയാതെ കുറേ ട്രേഡ് എടുത്തു. പക്ഷെ മാക്സിമം 3 ലോസിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പോകില്ല കേട്ടോ. അത് വേറെ 2 ലോസാണ് നോർമലി. ഇന്നിപ്പോൾ മാക്സിമം ഒരു ട്രേഡും കൂടി ഓപ്പർച്യൂണിറ്റിയും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ട്രേഡ് എടുത്തതിനെ കൂടെ ടാർഗറ്റ് അടിച്ചു. ചെറിയൊരു സമാശ്വാസം എന്ന് പറഞ്ഞില്ല. 5,000 രൂപയെങ്കിലും പ്രോഫിറ്റ് കാണിച്ചു. ഇനിയിപ്പോൾ ഈ ട്രേഡിൽ
ലോസ് വരികയാണെങ്കിലും ഒരു 3000-4000 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും നമുക്ക്. എന്നാലും വലിയ 30,000 പോയി 3000 കിട്ടി പറയാം. എന്നാലും ചെറിയൊരു ഒരു ആശ്വാസം അല്ലേ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 2:59. ഇനി സമയമില്ല. ഇനി മാക്സിമം 3:10 ഉള്ളിൽ നമുക്ക് എക്സിറ്റ് ചെയ്യുന്നില്ല. 3:05 3:10 ആകുമ്പോൾ എക്സിറ്റ് ചെയ്യേണ്ടിയിരുന്നു എനിക്ക് തോന്നുന്നത്. അതിന് മുൻപായിട്ട് സിംഹൈ എടുത്താൽ അടിപൊളി, നമുക്ക് ഉഷാറായിട്ട് പോവാം. 2:59 ആയില്ലേ. ഞാനതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 3:09 ആയില്ല. നമുക്ക് എക്സിറ്റ് ചെയ്യാം. ട്രേഡ് 5000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ്, പക്ഷേ ടാർഗറ്റ് എത്തിയില്ല. എന്ത് ചെയ്യാനാ, ടാർഗറ്റിലേക്കാണ് എത്തിയിട്ടുമില്ല. ഇനിയിപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്തതിന് ശേഷം ടാർഗറ്റ് എത്തുക. ഏതായാലും ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഓവറോൾ പിന്നെ 7,800 റേഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ. ഇന്ന് ഒരു ട്രേഡ് മിസ്സായാലും നമുക്ക് എന്താണ്, പിന്നെ ചെറിയൊരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ടോട്ടലി നമുക്ക് 2 SL ആണ്, ഒരു ടാർഗറ്റാണ്. മറ്റേതാണ് ടാർഗറ്റ് അടിച്ചിട്ടില്ല. ഇനിയിപ്പം മിക്കവാറും 3:10 ശേഷം ഇനിയിപ്പോൾ ടാർഗറ്റിലേക്ക് പോവുകയും ചെയ്യും. ഇന്നത്തെ ദിവസം അങ്ങനെയാണ്, മൊത്തത്തിൽ അങ്ങനെയാണല്ലോ ഒന്ന്. ഏതായാലും നോക്കാം. ഇനി ഒരുപാട് ലെങ്തായി വരും അല്ലേ. ഇനി നമുക്ക് നാളത്തെ ലൈവ് ട്രേഡ് കാണാം. താങ്ക് യു, ബൈ.